CPM ഓഫീസിൽ റെയ്ഡ് നടത്തിയ SP ചൈത്രയ്ക്കെതിരായ നടപടി സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടിയേക്കും. ADGPയുടെ റിപ്പോർട്ടിൽ നടപടി സാധ്യമാണോ എന്നതാവും പരിശോധിക്കുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം CPM ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് നിയമോപദേശം തേടുന്നത്. വിവരങ്ങളുമായി ശ്യാം ആർ ബാബു ഉണ്ട്. ശ്യാം, വിശദാംശങ്ങൾ. സായികുമാർ, ഈ ചൈത്ര തെരേസ ജോണിനെതിരായിട്ടുള്ള നടപടി സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ADGP നൽകിയ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം സർക്കാർ തേടിയേക്കും. SP ചൈത്ര ജോണിനെതിരായ നടപടികൾ സംബന്ധിച്ച് നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ADGPയുടെ റിപ്പോർട്ടിൽ നടപടി സാധ്യമാണോ എന്നതാണ് പരിശോധിക്കുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന് നേരത്തെ V ശിവൻകുട്ടി MLA ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. ശ്യാമിലേക്ക് വീണ്ടും. ശ്യാം, തുടരുക. അജിംസ്, ചൈത്ര തെരേസ ജോണിനെതിരായിട്ടുള്ള നടപടി സംബന്ധിച്ച് സർക്കാർ ഇതിൽ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ADGP നൽകിയ റിപ്പോർട്ട് സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടിയേക്കും. ഈ റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന കാര്യമായിരിക്കും സർക്കാർ പരിശോധിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഇവർക്കെതിരെ താക്കീത് നടപടി എന്നത് താക്കീത് മാത്രമായി ഒതുങ്ങുമെന്നാണ് IPS അസോസിയേഷന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്മേൽ അധികം വലിയ തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും അസോസിയേഷന്റെ ഭാരവാഹികൾ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ CPM നിലവിലെ സാഹചര്യത്തിൽ CPM ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഇവരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി പരിശോധിക്കും. ഇക്കാര്യം സംബന്ധിച്ച് നേരത്തെ തന്നെ ചൈത്ര തെരേസ ജോണിനെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. കടുത്ത ഭാഷയിലാണ് അന്ന് ചൈത്ര തെരേസ ജോണിനോട് മുഖ്യമന്ത്രി സംസാരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് നീക്കണമെന്ന CPMന്റെ ആവശ്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി അന്ന് അനുകൂലമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്മേൽ പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് ജാഗ്രത കുറവുണ്ടായെന്നും എന്നാൽ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് റെയ്ഡ് നടത്തിയതെന്നുമാണ്. അതുകൊണ്ട് തന്നെ നടപടി സ്വീകരിച്ചാൽ ചിലപ്പോൾ അത് സർക്കാരിന് തലവേദനയായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ശ്യാമ, ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളുള്ള IAS IPS അസോസിയേഷനുകളുടെ നിലപാട് എന്താണ്? ഉദ്യോഗസ്ഥരുടെ ഇടയിലുള്ള സംസാരം എന്താണ്? അജിംസ്, IPS അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നിലപാടും ഇതുവരെയും അവർ സ്വീകരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാറില്ല. നേരത്തെ തന്നെ ഈ ദാസ്യവേല സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ മാത്രമാണ് IPS അസോസിയേഷൻ ഒരു പ്രതികരണത്തിന് അന്ന് തയ്യാറായത്. അന്ന് മുഖ്യമന്ത്രി അവർ നേരിട്ട് കണ്ടിരുന്നു. മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ അവർ പ്രതികരിക്കാറില്ല. നേരത്തെ ADGPയുടെ മകൾ പോലീസുകാരനെ മർദ്ദിച്ച സംഭവത്തിലൊക്കെ തന്നെയും IPS അസോസിയേഷൻ അക്കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പ് ഉണ്ടായിരുന്ന P പ്രകാശാണ് IPS അസോസിയേഷന്റെ ഭാരവാഹി. അദ്ദേഹത്തെ തന്നെ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണവും IPS അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാട് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് സേനയുടെ മനോവീര്യം, അതായത് ചൈത്ര തെരേസ ജോൺ എന്ന IPS ഓഫീസർ അവരെ സംബന്ധിച്ചിടത്തോളം താഴെത്തട്ടിലുള്ള പോലീസ് ഓഫീസർക്ക് വളരെയധികം മനോവീര്യം പകർന്നു നൽകുന്ന ഒരു ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥർക്കും അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം CPM ഈ ചൈത്ര തെരേസ ജോണിനെ ഒരു ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രി M.M. മണിയൊക്കെ അവർക്കെതിരെ പരസ്യമായി പ്രതികരണം നടത്തിയിരുന്നു. അവർക്ക് വിവരക്കേട് കൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന തരത്തിൽ തന്നെ മന്ത്രി M.M. മണി പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് CPMന്റെ തിരുവനന്തപുരത്തെ നേതാക്കളും അവരെ ഒരു ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരെ ലോ ആൻഡ് ഓർഡറിൽ നിർത്തില്ല എന്നതാണ് CPMന്റെ തിരുവനന്തപുരം ജില്ലാ നേതാക്കളുടെ വാശി. തിരുവനന്തപുരത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറാനുള്ള ധൈര്യമാണ് അവർ കാണിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ഒരു കാരണവശാലും ഇനി ഒരു ഓഫീസർ CPMന്റെ ഓഫീസിനുള്ളിൽ കയറില്ല എന്നൊരു നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CPMന്റെ നേതാക്കളുമായി ചൈത്ര തെരേസ വളരെയധികം അകലം പാലിച്ചിരുന്നു. നേരത്തെ SBI ആക്രമണ കേസിലൊക്കെ തന്നെയും അവർ CPMുമായി നേരിട്ട് ഉരസിയിരുന്നു. അതുകൊണ്ട് തന്നെ CPM ഒരു ശത്രുവായിട്ടാണ് ഇവരെ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമോപദേശം തേടാനുള്ള ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കടുത്തൊരു നടപടി ഒന്നും ഇവർക്കെതിരെ സാധ്യമല്ല. ഒരു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയൊന്നും സർക്കാർ വിചാരിച്ചാൽ എളുപ്പത്തിൽ നടക്കുന്ന ഒരു നടപടിയല്ല. അതേസമയം ഇവരെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് തന്നെ നീക്കാൻ സർക്കാരിന് സാധിക്കും. അത് ഈ റിപ്പോർട്ടിന്മേൽ സാധിക്കുമോ എന്നത് സംശയമാണ്. കാര്യം ജാഗ്രത കുറവെന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ചൈത്ര തെരേസ ജോണി സംബന്ധിച്ച് ഈ റെയ്ഡ് സംബന്ധിച്ച് കൃത്യമായിട്ട് സെർച്ച് റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം മഞ്ചൂർ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമവശങ്ങളെല്ലാം തന്നെ അവർ പരിശോധിച്ച് അതിനുള്ള നടപടി അവർ നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിയമപരമായിട്ട് അവർ ചെയ്തതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്
ADGP മനോജ് എബ്രഹാം നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം അവർക്ക് ജാഗ്രത കുറവുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം ഇത് പോക്സോ കേസാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട സംഭവമാണ് ഈ ഒരു റെയ്ഡിലേക്ക് എത്തിയത്. അതായത് ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അത് സംബന്ധിച്ച് അവർക്കെതിരെ കേസെടുത്തു. ആ പ്രതികളെ രക്ഷിക്കാൻ ഉള്ള ശ്രമം നടത്തി. അതാണ് കേസ്. പോക്സോ കേസ് ആകുമ്പോൾ സ്വാഭാവികമായും ഇവർ വനിതാ ഓഫീസറാണ്. അവർക്ക് നേരിട്ട് ഈ കേസിൽ ഇടപെടാൻ സാധിക്കും. വനിതാ SP ആണ്, ലോ ആൻഡ് ഓർഡർ നിൽക്കുന്ന SP ആണ്. അവർക്ക് നേരിട്ട് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അവരെ എളുപ്പത്തിൽ ഏതെങ്കിലും ശക്തമായിട്ടുള്ള നടപടി സർക്കാരിന് എളുപ്പത്തിൽ അവർക്കെതിരെ സ്വീകരിക്കാൻ സാധിക്കില്ല. ആജിംസ്, ശ്യാം, ഒരു കാര്യം കൂടി, ഈ മുഖ്യമന്ത്രി ഈ ചൈത്രയുടേത് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത നടപടിയായി പോയെന്ന് ഇന്നലെ മന്ത്രി M.M. മണി പറഞ്ഞിരുന്നു. അതായത് തികച്ചും പ്രാദേശികമായി നടന്ന ഒരു പോലീസ് സ്റ്റേഷൻ കല്ലേറ് കേസിലെ പ്രതിയെ തേടി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. അവിടെ നിന്ന് ആരെയും കണ്ടെത്താനുമായില്ല. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്? അതോ അവർക്ക് അക്കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന റിപ്പോർട്ട് ശരിയാണോ? അജിംസ്, അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നിതിൻ എന്ന പ്രതിയെ തേടിയിട്ടാണ് അവർ ഈ ഒരു തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറിയത്. നിതിന്റെ വീട്ടിലേക്കാണ് ആദ്യം SP ചൈത്ര തെരേസ ജോൺ ചെന്നത്. അവിടെ അവരുടെ ഭാര്യയും നിതിന്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ നിതിനുമായിട്ട് അവരുടെ അമ്മയെ കൊണ്ട് ഫോണിൽ സംസാരിപ്പിച്ചു. നിതിന്റെ അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോൺ വഴി നിതിനോട് അവരുടെ അമ്മ സംസാരിച്ചപ്പോൾ നിതിൻ പറഞ്ഞത് താൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലുണ്ടെന്നും സുരക്ഷിതനാണെന്നുമാണ് ഈ നിതിൻ സംസാരിച്ചത്. ഇത് SP കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനുശേഷമാണ് SP തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് ചെല്ലുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് അവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടും ഇത് തന്നെയായിരുന്നു. അതായത് നിതിനടക്കമുള്ള പ്രതികൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ ഉണ്ടെന്നായിരുന്നു അവർക്ക് നൽകിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് SP ജില്ലാ കമ്മിറ്റി ഓഫീസിന് ഉള്ളിലേക്ക് ചെല്ലുന്നത്. അതേസമയം അതിനു മുൻപ് തന്നെ നമുക്ക് പ്രകാരം അതിനു മുമ്പ് തന്നെ CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ വിവരം CPM-ന് ചോർത്തി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ CPM ഈ പ്രതികളെ അവിടെ നിന്ന് നീക്കുകയായിരുന്നു. CI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ വിവരം ലഭിക്കുകയും അദ്ദേഹം ഈ വിവരം ഉടൻ തന്നെ CPM-ന്റെ നേതാക്കളെ അറിയിക്കുകയുമായിരുന്നു. ഇതിന് ശേഷമാണ് പ്രതികളെ അവിടെ നിന്ന് നീക്കിയത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതായത് CPM-ന്റെ നേതാക്കൾ ഈ ഒരു SP ചൈത്ര തെരേസ ജോൺ ആ പാർട്ടി ഓഫീസിന്റെ CCTV ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് 1 മണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങൾ കാണിക്കാൻ CPM-ന്റെ നേതാക്കൾ തയ്യാറായിട്ടില്ല. തീർച്ചയായും അവിടെ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. NGO യൂണിയന്റെ കേസിൽ, SB ആക്രമണ കേസിൽ NGO യൂണിയന്റെ ഭാരവാഹികൾ, അതായത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള സുരേഷ് ബാബു അടക്കമുള്ളവർ ഉണ്ടായിരുന്നത് CPM-ന്റെ പാർട്ടി ഓഫീസിലാണ് എന്ന് അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ പിടികൂടാനുള്ള ധൈര്യം അന്ന് പോലീസിനില്ലായിരുന്നു. അതേസമയം വലിയ സമ്മർദ്ദം SP അന്ന് ചുമത്തുകയുണ്ടായി. അതായത് ചൈത്ര തെരേസ ജോൺ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് പോലീസിനെ എത്തിക്കാനുള്ള ഒരു നീക്കം അവർ നടത്തി. വലിയ സമ്മർദ്ദം ചൈത്ര തെരേസ ജോൺ ചുമത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ബാബു അടക്കമുള്ള നേതാക്കൾ അന്ന് കീഴടങ്ങാൻ തയ്യാറായത്. അല്ലെങ്കിൽ അന്ന് ഉണ്ടായ സംഭവം, അതായത് ആദ്യം 2 പ്രതികളെ അവർ കൊടുത്തു. NGO യൂണിയന്റെ ഭാരവാഹികൾ 2 പ്രതികളെ ആദ്യം കൊടുത്തിരുന്നു. പിന്നീട് ബാക്കിയുള്ള 6 പേരെയും ഒളിപ്പിക്കാനാണ്, അതായത് കണ്ടാൽ അറിയാവുന്നവരെന്ന പേരിൽ ആ കേസ് ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ചൈത്ര അത് അനുവദിച്ചില്ല. ചൈത്ര കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. വീടുകളിലേക്ക് പോലീസിനെ കയറ്റുമെന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ബാബു അടക്കമുള്ള നേതാക്കൾ അന്ന് കീഴടങ്ങിയത്. അത് സംബന്ധിച്ചും CPM-ന് വലിയ ശത്രുത ചൈത്രയോടുണ്ട്. അതിന്റെ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ചൈത്രക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അജിംസ് നേരത്തെ ചോദിച്ച ചോദ്യം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നതാണ്. അത് ഒരു കാരണവശാലും അതൊരു വീഴ്ചയാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു DCP-യുടെ ചാർജിലുള്ള SP-ക്ക് നേരിട്ട് ലഭിച്ച വിവരമാണ്. മാത്രമല്ല അവർക്ക് SP എന്നുള്ള നിലയ്ക്ക് അവർ നേരിട്ട് കേൾക്കുകയും ചെയ്തതാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്താനുള്ള വകുപ്പ് പോലീസ് ആക്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അജിംസ്, ശരി. ശ്യാമർ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്, തിരുവനന്തപുരം.